പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തി. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെത്തി. പശ്ചിമേഷ്യൻ മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനും സുരക്ഷയും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യയും കുവൈറ്റും താൽപര്യം പ്രകടിപ്പിച്ചതായി മോദി പറഞ്ഞു. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഭാവി പങ്കാളിത്തത്തിനുള്ള മാർഗരേഖ തയ്യാറാക്കാനുള്ള അവസരമാണിതെന്നും രാജ്യത്തെ ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1981 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കുവൈറ്റ് സന്ദർശിച്ചതിനു ശേഷം രാജ്യത്തെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഇന്നും നാളെയുമായുള്ള സന്ദർശനത്തിൽ വാണിജ്യ, പ്രതിരോധ മേഖലകളിലെ സഹകരണം ഉൾപ്പെടെ ചർച്ച ചെയ്യും. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ഹമ്മദുമായി മോദി കൂടിക്കാഴ്ച നടത്തും. അറേബ്യൻ കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കുക ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന നയതന്ത്ര മുന്നേറ്റം കൂടിയാണ് മോദിയുടെ കുവൈറ്റ് സന്ദർശനം. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജോലിയിൽ നിന്ന് വിരമിച്ച 55 വയസ്സിനു മുകളിൽ പ്രായമുള്ള പ്രവാസികൾക്ക് 5 വർഷത്തെ റെസിഡൻസി വിസ അവതരിപ്പിച്ച് UAE. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് സുവർണാവസരം. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി എന്നീ വകുപ്പുകൾ വിരമിച്ച താമസക്കാർക്ക് റെസിഡൻസിയും തിരിച്ചറിയൽ കാർഡും നൽകുന്നതിനുള്ള പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. ജോലി കഴിഞ്ഞ് രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിരമിച്ചവർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. അപേക്ഷകൻ UAEക്ക് അകത്തോ പുറത്തോ കുറഞ്ഞത് 15 വർഷമെങ്കിലും ജോലി ചെയ്തിരിക്കണം. വ്യക്തിക്ക് കുറഞ്ഞത് 1 ദശലക്ഷം ദിർഹം മൂല്യമുള്ള സ്വത്തുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 1 ദശലക്ഷം ദിർഹം സമ്പാദ്യമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 20,000 ദിർഹം പ്രതിമാസ വരുമാനം നേടണം. കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ആവശ്യമാണ്. ഈ റെസിഡൻസി വിസയ്ക്ക് 5 വർഷത്തേക്ക് സാധ്യതയുണ്ട്. അപേക്ഷകൻ ഇതേ ആവശ്യകതകൾ പാലിക്കുന്നത് തുടരുകയാണെങ്കിൽ അത് പുതുക്കാവുന്നതാണ്. അപേക്ഷാ പ്രക്രിയ ICP അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും വിവരിച്ചിട്ടുണ്ട്. UAE പാസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് UAE ID-യും റെസിഡൻസി സേവനങ്ങളും തിരഞ്ഞെടുക്കുക. വീണ്ടെടുത്ത ഡാറ്റ അവലോകനം ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ആവശ്യമായ ഫീസ് അടയ്ക്കുകയും ചെയ്യുക. അംഗീകൃത ഡെലിവറി കമ്പനികൾ വഴി ID കാർഡ് സ്വീകരിക്കുകയും ചെയ്യാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്കാർക്ക് 2 വർഷത്തേക്ക് കൂടി വിസയില്ലാതെ മലേഷ്യ സന്ദർശിക്കാം. 2026 ഡിസംബർ 31 വരെയാണ് സന്ദർശക വിസ കാലാവധി നീട്ടിയത്. ഡിസംബർ 31 അവസാനിക്കാനിരുന്ന ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ ഇളവ് 2026 ഡിസംബർ 31 വരെ 2 വർഷത്തേക്ക് കൂടി മലേഷ്യൻ സർക്കാർ നീട്ടി. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ, ചൈന എന്നീ രാജ്യക്കാർക്ക് വേണ്ടി 1 വർഷത്തേക്കുള്ള സൗജന്യ സന്ദർശക വിസ സൗകര്യം ഏർപ്പെടുത്തിയത്. നിരവധി ഇന്ത്യക്കാരാണ് മലേഷ്യൻ ടൂറിസം ആസ്വദിക്കാനായി സന്ദർശക വിസ ഇളവ് പ്രയോജനപ്പെടുത്തുന്നത്. മലേഷ്യയിലെ വിനോദസഞ്ചാരം കൂടുതൽ സൗഹൃദപരമാക്കുന്നതിനോടൊപ്പം രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും സാമ്പത്തിക ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിസ ഇളവ് പ്രഖ്യാപിച്ച ശേഷം 2024 ജനുവരി മുതൽ നവംബർ വരെ 10 ലക്ഷത്തിലധികം ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് രാജ്യം സന്ദർശിച്ചതെന്ന് മലേഷ്യൻ ടൂറിസ്റ്റ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മുൻകാല കണക്കുകളെ അപേക്ഷിച്ച് 47% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. നിരവധി ദ്വീപുകളും ചരിത്രപ്രസിദ്ധങ്ങളായ സ്ഥലങ്ങളുമടക്കം സഞ്ചാരികളെ ആകർഷിക്കാൻ ഒട്ടേറെ പ്രത്യേകതയാണ് മലേഷ്യയ്ക്കുള്ളത്. ഇന്ത്യയോടൊപ്പം ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും 2 വർഷത്തേക്ക് കൂടി സൗജന്യ വിസ കാലാവധി നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തിന് തയ്യാറെടുത്ത് ദുബായ് ഗ്ലോബൽ വില്ലേജ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പ്രവാസികൾക്കും സ്വദേശികൾക്കും അവസരം. അത്യുഗ്രൻ പുതുവർഷ വിരുന്നാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 31 തുടങ്ങുന്ന ആഘോഷം പുതുവർഷം പുലരുവോളം തുടരും. പ്രധാന വേദിയിൽ DJ ഷോയാണ് പ്രധാന ആകർഷണം. കലാപരിപാടികളും വെടിക്കെട്ടും ആസ്വദിക്കാൻ എൻട്രി ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. രാത്രി 8 മുതൽ വെടിക്കെട്ട് ആരംഭിക്കും. 250 ഭക്ഷണ സ്റ്റാളുകളാണ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. 30 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കെത്തും. ഗ്ലോബൽ വില്ലേജിന്റെ ഗേറ്റുകൾ ഡിസംബർ 31 വൈകുന്നേരം 4 മുതൽ പുലർച്ചെ 3 വരെ തുറക്കും. ഓരോ അരമണിക്കൂറിലും ഡ്രാഗൺ ലേക്കിൽ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ നടക്കും. ലോക സംസ്കാരങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന അപൂർവ വേദിയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ്. പുത്തൻ ആകർഷണങ്ങളും അനുഭവങ്ങളുമാണ് ഓരോ പതിപ്പിലും സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അവധിക്കാല യാത്രാ സീസണിന് മുന്നോടിയായി വിമാന നിരക്കുകളിൽ ഓഫറുകൾ പ്രഖ്യാപിച്ച് UAE. 30% വരെ കിഴിവിൽ എയർലൈൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അവസരം.
UAE-യിലെ തിരക്കേറിയ അവധിക്കാല യാത്രാ സീസണിന് മുന്നോടിയായി എയർലൈനുകൾ വിമാന നിരക്കുകളിൽ ഫ്ലാഷ് പ്രമോഷനുകൾ ആരംഭിക്കുന്നു. UAE യാത്രക്കാർക്ക് 15 മുതൽ 30% കിഴിവിൽ അവസാന നിമിഷം വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അബുദാബി ആസ്ഥാനമായുള്ള അൾട്രാ ലോ കോസ്റ്റ് കാരിയർ വിസ് എയർ അബുദാബി പ്രത്യേക അവധിക്കാല നിരക്കുകൾ 99 ദിർഹം മുതൽ ആരംഭിക്കുന്നു. മാത്രമല്ല, ശൈത്യകാലത്തെ ഏറ്റവും ജനപ്രിയമായ റൂട്ടുകളിൽ 40% കൂടുതൽ സീറ്റ് കപ്പാസിറ്റി കൂട്ടിച്ചേർത്തതായി എയർലൈൻ അറിയിച്ചു. അലക്സാൻഡ്രിയ, അൽമാട്ടി, അമ്മാൻ, അക്കാബ, ബാക്കു, ബെൽഗ്രേഡ് എന്നിവയുൾപ്പെടെ വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസ് എയർ അബുദാബി സർവീസ് നടത്തുന്നു. ജോർജിയയിലെ കുട്ടൈസി, സൈപ്രസിലെ മാലെ, സൗദി അറേബ്യയിലെ മദീന എന്നിവിടങ്ങളിലേക്കും സർവീസുകളുണ്ട്. ദുബായ് കാരിയർ ഫ്ലൈ ദുബായ് മലേഷ്യയിലെ ലങ്കാവിയിലേക്കോ പെനാങ്ങിലേക്കോ 1875 ദിർഹത്തിന് പ്രത്യേക ഇക്കോണമി റിട്ടേൺ നിരക്കുകൾ ആരംഭിച്ചു. ടർക്കിഷ് എയർലൈൻസിൽ ദുബായിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്ക് സിഡ്നി, ബില്ലണ്ട്, പ്രാഗ് എന്നിവിടങ്ങളിലേക്കുള്ള വൺവേയിലും മടക്ക വിമാനങ്ങളിലും 500 ദിർഹം കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു. ഡിസംബർ 31 വരെ നടത്തിയ ബുക്കിംഗുകൾക്ക് ഈ ഓഫർ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.